പാഠം 641. ലേലുവല്ലു ലേലുവല്ലു. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആ, ശേഖരൻകുട്ടി ഞാനൊന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ശേഖരൻകുട്ടി എന്താ എന്നെ പറ്റി കരുതിയത്? ഞാൻ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെയാണ്. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഡെപ്യൂട്ടി തഹസിൽദാരെ സ്വാധീനിച്ച് നടത്തിപ്പിക്കാം എന്ന് കരുതിയോ? ഇനി ഈ നൂറ്റാണ്ടിൽ ശേഖരൻകുട്ടിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. നോക്കോ. എന്താണ് രാവിലെ തന്നെ വലിയ ദേഷ്യത്തിലാണല്ലോ? എന്തുപറ്റി? എങ്ങനെ ദേഷ്യം വരായിരിക്കും? ടൗണിൽ ഫർണിച്ചർ കട നടത്തുന്ന ശേഖരൻകുട്ടി 2 ദിവസത്തിന് മുമ്പ് വില്ലേജ് ഓഫീസിൽ വന്ന് ഒരു കൈവശാവകാശ രേഖയ്ക്കുള്ള അപേക്ഷ തന്നു. ബാങ്കിൽ നിന്ന് എന്തോ ലോൺ എടുക്കാനോ മറ്റോ ആണ്. പക്ഷേ അപേക്ഷയുടെ കൂടെ ഹാജരാക്കേണ്ട മുന്നാധാരത്തിന്റെ പകർപ്പ് ഇല്ല. അതില്ലാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ശേഖരൻകുട്ടി പറഞ്ഞു, മുന്നാധാരം കളഞ്ഞുപോയി സാറേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി മുന്നാധാരത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എടുത്തുകൊണ്ടുവരാൻ. അതിനിപ്പോ സമയം എടുക്കുമല്ലോ സാറേ എന്ന് ശേഖരൻകുട്ടി. മുന്നാധാരത്തിന്റെ പകർപ്പില്ലാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ. അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോയ ശേഖരൻകുട്ടി നേരെ പോയി ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറിനെ കണ്ടു. രാജേന്ദ്ര സാർ എന്നെ വിളിച്ചു, ശേഖരൻകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നടക്കില്ല സാറേ എന്ന്. ഇപ്പൊ ശേഖരൻകുട്ടി എന്നെ വിളിച്ച് ചോദിക്കുക, എന്തായി സാറേ കാര്യം എന്ന്. മേലുദ്യോഗസ്ഥനെ സ്വാധീനിച്ച് എന്നെ കൊണ്ടെന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യിക്കാമെന്ന് ശേഖരൻകുട്ടിയല്ല ആര് വിചാരിച്ചാൽ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നിയമവും ന്യായവും വിട്ട് ഈ മോഹനകൃഷ്ണൻ ഒന്നും ചെയ്യില്ല. ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬಹಳ ಹೆಮ್ಮಪಡುತ್ತೇನೆ. ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬಹಳ ಹೆಮ್ಮಪಡುತ್ತೇನೆ. എന്താ അവളാ പറഞ്ഞതിനർത്ഥം? എന്തായാലും നല്ലതാവാൻ വഴിയില്ല. അതെന്തായിരിക്കും? ഭാമേ, നീ എന്താ പറഞ്ഞിട്ട് പോന്നത്? സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി അനാവശ്യം പറയുന്നു. അനാവശ്യം? എന്തനാവശ്യം? പിന്നെ ഞാൻ പറഞ്ഞിട്ട് പോകുന്നെന്താ? അതങ്ങ് വിട്. എങ്ങനെ വിടും? ഭാമേ, ഞാൻ വലിയ ദേഷ്യക്കാരനാണ്, വൃത്തിയാട്ടക്കാരനാണ് എന്നൊക്കെ നീയും ആഫീസിലുള്ളവരൊക്കെ പറയും. അന്യായമായി എന്തെങ്കിലും കണ്ടാൽ എനിക്ക് ദേഷ്യം വരും എന്നുള്ളത് സത്യമാണ്. പക്ഷെ എത്ര ദേഷ്യം വന്നാലും ഞാൻ ഇതുവരെയും ഒരാളുടെയും മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത ഒരു വാക്കും പറഞ്ഞിട്ടില്ല. നീ പറയ്, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എപ്പോഴെങ്കിലും നിന്നോട് ഒരു ചീത്ത വാക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്റെ മുഖത്ത് നോക്കി നീ എന്താ പറഞ്ഞത്? ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬಹಳ ಹೆಮ್ಮಪಡುತ್ತೇನೆ. വീടാണ് ഞാൻ നിന്റെ ഭർത്താവ്. ഒരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി എങ്ങനെ സംസാരിക്കണം എന്ന് പോലും കരയില്ലെന്ന് വെച്ചാല് ഇത് ഞാൻ മാത്രമേ കേട്ടോളൂ. നിമ്മ മേലെ ഇത് വേറെ ആരെങ്കിലും കേട്ടോ അവസ്ഥ അടിച്ചോ. വലിയ വക്കീലായിട്ട് എന്തുകൊണ്ടെങ്കിലും പണം നടന്ന് കയറിയിരിക്കുന്നത്. സാറിനുള്ള ചോറ് ഇത് കൊണ്ടുപോയി ബാഗ് വെച്ച് ആ ബാഗും കാലം കൂടെ ഒക്കെ എടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്കിയാട്ടെ. വില്ലേജോട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളതാ? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. നീ എന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? എന്റെ മോഹനേട്ടാ, ഞാനൊരു അനാവശ്യം പറഞ്ഞിട്ടില്ല. മോഹനേട്ടന് മനസ്സിലാവാത്ത എന്തെങ്കിലും കേൾക്കുമ്പോ അത് അനാവശ്യം എന്ന് കരുതുന്നത് എന്തിനാണ്? ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬಹಳ ಹೆಮ್ಮಪಡುತ್ತೇನೆ. ചീത്തയല്ലേ? അപ്പൊ പിന്നെന്താ? ನಿಮ್ಮ ಮೇಲೆ ನಾನು ബഹളം. എന്തിട്ടി? ഒന്നുമില്ല. എങ്കിൽ പിന്നെ വേഗം പോവാൻ നോക്ക്. മണി 9:38. സമയനിഷ്ഠയുടെ കാര്യത്തിൽ വില്ലേജ് ഓഫീസർക്ക് ഒരു കുറവ് വരാൻ പാടില്ലല്ലോ. മോഹനേട്ടൻ രാവിലെ ഇവിടുന്ന് വില്ലേജ് ഓഫീസ് വരെ നടക്കുന്നതിനിടയില് വഴിയിലുള്ള എല്ലാ വീട്ടുകാരും ക്ലോക്കും വാച്ചും ഒക്കെ ശരിയാക്കി വെക്കുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. നീ അത് കളിയാക്കി പറഞ്ഞാണെങ്കിലും അതൊരു സത്യമാണ്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു തീർപ്പിനും ഞാൻ തയ്യാറല്ല. കഴിഞ്ഞ ആഴ്ച തഹസിൽദാര് താലൂക്ക് ഓഫീസിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുക, സമയനിഷ്ഠയുടെ കാര്യത്തിൽ സകലരും മോഹനകൃഷ്ണനെ കണ്ടുപിടിക്കണമെന്ന്. അത് തഹസിൽദാര് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും
എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ കല്യാണത്തിന്റെ മുഹൂർത്തം 11:30 എന്ന് പറഞ്ഞ് 11:15 വരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരുന്ന ആളല്ലേ എന്റെ മോഹനേട്ടൻ. അന്ന് ചോദിച്ചവരോട് പറഞ്ഞ ന്യായം എന്താണ്? ഒരു സ്ഥലത്തും അത് സ്വന്തം കല്യാണത്തിനാണെങ്കിൽ പോലും നേരത്തെ ചെല്ലുന്നത് ശരിയല്ല എന്ന്. അത് ഓർമ്മയുണ്ടോ? ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬಹಳ ಎಮ್ಮപ്പെടുದೇನೆ. ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയണം. ഇതേത് ഭാഷയാ? ഭാഷയിലല്ലോ സാറേ കാര്യം, എന്തു പറയുന്നു എന്നുള്ളതല്ലേ. കേൾക്കുന്നവർക്ക് മനസ്സിലാകാനാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എല്ലാ കാര്യവും അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി ശരിയാവില്ലല്ലോ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬಹಳ ಎಮ್ಮപ്പെടുದೇನೆ. എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഉറപ്പാ. എന്തായിരിക്കും അത്? നിമ്മ മേലെ ഇറങ്ങുന്നു. ഹലോ, അതെ ഉത്തമനാണ്. അയ്യോ പ്രഭാര സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. സാറ് പറഞ്ഞ കേസ് നടക്കൂല ഏട്ടാ. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാലേ, ആ പഞ്ചായത്ത് സെക്രട്ടറി കുറച്ച് പ്രശ്നക്കാരിയാണ്. അവര് നെടുകയും കുറുകയും പോകാൻ സമ്മതിക്കില്ല. കൈക്കൂലി കൊടുക്കാന്ന് വിചാരിച്ചാ അതിന് തീരെ താല്പര്യവും ഇല്ല. പിന്നെ എന്തോ ചെയ്യും? അതെ, പ്രഭാര സാറിന് MLA ആയിട്ടൊക്കെ നല്ല ബന്ധമല്ലേ? ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്ക് സാറേ, അതേ നടക്കൂ. ഓ ശരി സാറേ, വിളിക്കാം. ನಿಮ್ಮ ಮೇಲೆ ನಾನು ബഹളം വെച്ചു. ನಿಮ್ಮ ಮೇಲೆ ನಾನು ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒരു ഗതികേട്. നാട് നന്നാക്കാൻ നടക്കുന്ന അലവലാദികള്. വരുന്ന അടുത്ത സാധനം. ഇനി ഇതിനെന്തെന്ന് പറഞ്ഞ് സാപ്പിടുവോ എന്തോ. നമസ്കാരം സാറേ. സാറേ ഏലിയാസേ. സാറേ ഏലിയാസ് ഒന്ന് രാവിലെ വിളിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ആ പോക്കോരോന്ന് ശരിയായി കൊടുക്കണം സാറേ. ഞാൻ എന്തോന്ന് പറയാൻ. ഉത്തമൻ എന്ത് പറയണം എന്ന് ഉത്തമന് തീരുമാനിക്കാം. പോക്കുവരവ് നടക്കില്ല എന്ന കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല സാറേ, ഈ ഏലിയാസിന്റെ അവസ്ഥ വലിയ കഷ്ടമാണ്. സാറൊന്നും മനസ്സ് വെക്കില്ല. സർക്കാരിനെ പറ്റിച്ച് വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ. നിയമവിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ മോഹനേശ്വരൻ കിട്ടില്ല. ഉത്തമ സാറേ എന്താ ഇവിടെ വരും സാറേ? ഇവിടെ നിന്ന് മലയാളമല്ലാതെ വേറെ ഏതൊക്കെ ഭാഷ അറിയാം? എനിക്കാ? അയ്യോ, മലയാളം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് സാറേ. അപ്പോഴാണ് വേറെ ഭാഷയുടെ കാര്യം പറയുന്നത്. സാറേ എന്ത് പ്രശ്നം? പ്രശ്നം എന്താന്ന് ചോദിച്ചാ, ഭാമ ഇന്ന് ഏതോ ഭാഷയിൽ എന്നോടെന്തോ പറഞ്ഞു. ഏതോ ഒരു ഭാഷയിൽ എന്തോ പറഞ്ഞ? എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ ഉത്തരനോട് ചോദിച്ചത്. വക്കീൽ എന്താണ് പറഞ്ഞത്? നിമ്മ മേലെ ഞാൻ ബേള എമ്മ പെടുതേന്, അങ്ങനെ എന്തോന്ന്. നിമ്മ എന്താണ് സാറേ? നിമ്മ മേലെ ഞാൻ ബേള എമ്മ പെടുതേനെ. നിമ്മ എന്തോ സാറേ എന്റെ അർത്ഥം? അതല്ലേ അങ്ങോട്ട് ചോദിച്ചത്. എന്തോ വലിയ സംഭവമാ. ഇന്ന് രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം അവളോട് പറഞ്ഞു. 3 പ്രാവശ്യമോ? വക്കീൽ ഏതൊക്കെ ഭാഷ അറിയാം? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഈ 3 ഭാഷ എനിക്കും അറിയാലോ. പിന്നെ എന്തായിരിക്കും സംഭവം? ആരോടൊന്ന് ചോദിക്കാനാ? ഭാഷ ഏതാന്ന് അറിയാലേ ചോദിക്കാൻ പറ്റൂ. സാറേ കേട്ടിട്ടെ, കന്നഡയുടെ ഒരു രീതിയുണ്ട്. സാറേ ഞാൻ കുറെ കന്നഡ സിനിമയെ കണ്ടിട്ടുണ്ട്. അതിൽ ഇങ്ങനെയൊക്കെയുള്ള സംസാര രീതിയാണ്. പക്ഷെ വക്കീലിന് എങ്ങനെ കന്നഡ അറിയാം? ഒരു പിടിയും കിട്ടുന്നില്ലെത്തുമോ. പക്ഷെ ആ വാചകത്തിന്റെ അർത്ഥം അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെ അവളത് പറഞ്ഞ് കളിയാക്കും. ഞാൻ അത് മനസ്സിലാവാതെ കേട്ടിക്കേണ്ടി വരും. പക്ഷെ ആരെടുത്ത് ചോദിക്കും? സാറ് തേന്മാവിൻ കൊമ്പത്തെന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നല്ലതൊന്നും കാണൂലല്ലോ. അല്ല സാറേ, ആ സിനിമയിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട്. നായകനോട് അയാൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ മുത്തുകാവ് മുത്തുകാവ് എന്ന് പറയും.
അയാളിത് എന്താണെന്ന് അന്വേഷിച്ച് നടന്ന് സകല ഗുലുമാലിലും പെടും. അവസാനം നാട്ടുകാര് നായകനെ ഒരു മരത്തിൽ കെട്ടിയിടുമ്പോ നായക ചെന്ന് രക്ഷപ്പെടുത്തും. നായകൻ ആ നാട്ടുകാരോട് എല്ലാരോടും ലേലുവല്ലു 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 എന്ന് പറഞ്ഞ് കരയണ ആ സീൻ ഉണ്ട്. ചിരിച്ചിരിച്ചിരിച്ച് ചാവും. ലേലുവല്ലു ലേലമല്ല ലേലു അല്ലു. ആ നാട്ടില് മാപ്പ് എന്നതാണ് ലേലു അല്ലു എന്ന് പറഞ്ഞാ പോലും. സാറേ, ഇതിപ്പോ കന്നഡയാണെന്ന് ഏകദേശം ഉറപ്പിക്കാം. കന്നഡ ഭാഷ അറിയാന്നുള്ള ആരുടെയെങ്കിലും ചോദിക്കും സാറേ. നമ്മുടെ നാട്ടിലിപ്പൊ കന്നഡ അറിയാവുന്ന ആരാ ഉള്ളത്? ഇതെന്ത് പറ്റി പ്രൊഫസറെ? കാഞ്ചന സാർ ഇതുവരെ വന്നില്ലല്ലോ. വിളിച്ചു പറഞ്ഞായിരുന്നു. ഇന്ന് രാവിലെ പ്രഹ്ലാദൻ ചേട്ടനെ അമ്മയും കൊണ്ട് ആശുപത്രി പോണോന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ പറഞ്ഞ സമയത്ത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റി കാണില്ല. എങ്കിൽ അക്കാര്യം ഒന്ന് വിളിച്ചു പറയണ്ടേ? ഇപ്പൊ 10 മിനിറ്റിനുള്ളിൽ മോഹനേഷ് സാർ ഇങ്ങെത്തും. വന്നപാടെ നമ്മളോടായിരിക്കും ചോദിക്കാം കാഞ്ചന സാർ എവിടെയെന്ന്. ഇന്ന് താലൂക്ക് ഓഫീസിൽ റിപ്പോർട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് 9:30 വരണമെന്ന് മോഹനേഷ് സാറ് കാഞ്ചന സാറിനോട് പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ട് 10 മണിക്ക് പോലും വന്നില്ല എന്ന് പറഞ്ഞാ പ്രശ്നമാവൂലേ? ഞാൻ പോയി ഒരു ചായ പിടിച്ചിട്ട് വരാം. മോഹനേഷ് സാർ വന്നാൽ ഇപ്പൊ അതും നടക്കില്ല. അതിനിടയ്ക്ക് പ്രൊഫസർ ഒന്ന് കാഞ്ചന സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. എവിടാ എന്താണെന്നറിയാതെ നമ്മൾ വല്ലതും പറഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാവും. ഈശ്വര, മോഹനേഷ് സാറ്. ശിശുപാലനോടാ ഈ നേരത്ത്? ഞാനും വിജയന്റെ ചായക്കട വരെ ഒന്ന് പോകാൻ ഇറങ്ങിയതാ. സാറ് വരുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. സാറൊന്ന് നേരത്തെ ആണല്ലോ. വേഗം പോയി ചാടിച്ചിട്ട് വരൂ. രക്ഷപ്പെട്ടു. ആ ശിശുപാല, എന്താ സാറേ? കന്നഡ അറിയാമോ? കന്നഡ? എന്ത് ചോദ്യ സാറേ ഇത്? ഈശ്വരൻ സഹായിച്ച് മലയാളം അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? എന്താ സാറേ ഇപ്പൊ കന്നഡയുടെ പ്രശ്നം? ചോദിച്ചതിന് സമാധാനം പറയുക. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ശിശുപാലൻ അറിയാമോ എന്ന് ചോദിച്ചാൽ സാറേ, നമ്മുടെ സ്വയംപ്രഭ സാറിന് കന്നഡ അറിയാലോ. സ്വയംപ്രഭ സാറ് ഡിഗ്രിക്ക് പഠിച്ചത് മംഗലാപുരത്താ. പ്രൊഫസറിന്റെ അച്ഛൻ അന്ന് മംഗലാപുരത്തായിരുന്നു ജോലി. അത്യാവശ്യം കന്നഡയൊക്കെ അറിയാമെന്ന് പ്രൊഫസർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രഭയ്ക്ക് കന്നഡ അറിയാന്നുള്ള ഉറപ്പാണല്ലോ. അതെ സാർ. അല്ല, എന്താ സാറേ പ്രശ്നം? സാറിന് കന്നഡയിൽ സ്ഥലം മാറ്റാണോ? ഒന്നുമില്ല, പോയി ചായ പിടിച്ചിട്ട് വാ. ഈ കാഞ്ഞിന് സാർ ഫോൺ എടുക്കാത്തെന്താ? നമസ്കാരം സാർ. നമസ്കാരം. കാഞ്ചന സാർ വന്നില്ല. ഇന്ന് രാവിലെ പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മയും കൊണ്ട് ആശുപത്രി പോകുന്നു പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ ഭയങ്കര തിരക്കായിരിക്കും. കുഴപ്പമില്ല സാർ, താലൂക്ക് ഓഫീസിൽ പോകേണ്ട റിപ്പോർട്ടൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬಹಳ ಹೆಮ್ಮೆ ಬಿಡ್ತೇನೆ. എന്താ? ನಿಮ್ಮ ಮೇಲೆ സാറെന്തോ പറഞ്ഞല്ലോ. ഞാനോ? ഒന്നും പറഞ്ഞില്ലല്ലോ. സാറിന് കന്നഡ അറിയാവോ? കന്നഡയോ? കന്നഡയോ?
അറിയില്ല. സാറ് പറഞ്ഞത് കന്നഡയാണല്ലോ. ആണ്. ചിലപ്പോഴൊക്കെ തോന്നിയതാവും. അല്ല, സാറ് പറഞ്ഞത് ഞാൻ കേട്ടു. ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬೆಗಳ ಎಮ್ಮ ಬೆಡದೇನೆ എന്ന്. അങ്ങനെയല്ലേ സാറ് പറഞ്ഞത്? അല്ല, ഞാൻ സാർ അങ്ങനെ തന്നെയാ പറഞ്ഞത്. നായകനോട് അയാൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ മുത്തുകാവ് മുത്തുകാവ് എന്ന് പറയും. അയാളിത് എന്താണെന്ന് അന്വേഷിച്ച് നടന്ന് സകല ഗുലുമാലിലും പെടും. അവസാനം നാട്ടുകാര് നായകനെ ഒരു മരത്തിൽ കെട്ടിയിടുമ്പോ നായക ചെന്ന് രക്ഷപ്പെടുത്തും. നായകൻ ആ നാട്ടുകാരോട് എല്ലാരോടും ലേലുവല്ലോ 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 എന്ന് പറഞ്ഞ് കരയണ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചിരിച്ച് ചാവും. വേണ്ടായിരുന്നു. സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സിനിമയുടെ ഡയലോഗ് പറയായിരുന്നു. സാർ ആദ്യം പറഞ്ഞത് ഏത് സിനിമയിലെ ഡയലോഗാ? അത് സിനിമയിലെ ഡയലോഗ് ഒന്നും അല്ല. സാറ് കാര്യമായിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും സാറത് തുറന്നു പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷം. സത്യം പറയാലോ സാർ, സാറിന്റെ നാവിന്ന് അതൊന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. സാർ, അതൊന്നുകൂടി ഒന്ന് പറയാവോ പ്ലീസ്? സാർ, മലയാളത്തിൽ പറയാൻ മടിയാണെങ്കിൽ കന്നഡ തന്നെ ഒന്നുകൂടി പറഞ്ഞാൽ മതി. അങ്ങനെ പറയല്ലേ സാർ, എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. സാർ ഒന്നുകൂടി അത് പറയണം പ്ലീസ് സാർ, പ്ലീസ്. ആ ശശിപാലൻ ചേട്ടാ, ഇവിടെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. മോഹനേരി സാറ് എന്നോടേ കന്നഡയിൽ ഒരു കാര്യം പറഞ്ഞു. കന്നഡയിലോ? എന്താ പറഞ്ഞറിയാമോ? ഓ അത് ശരി. അതാ സാർ എന്നോട് കന്നഡ അറിയാവുന്ന ആരാ ഉള്ളതെന്ന് ചോദിച്ചത്. എന്താ പ്രൊഫസറെ മോഹനേരി സാർ പറഞ്ഞത്? അത് പറഞ്ഞു, ഞാൻ പറയാം. ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬೆಗಳ ಎಮ್ಮ ಬಿಡದೇನೆ എന്ന്. ചുമ്മാ സാർ അങ്ങനെയൊന്നും പറയില്ല. പറഞ്ഞൂലേ? എന്താ എന്റെ അർത്ഥം അറിയാമോ? ഉണ്ട്, ഞാൻ പറയാം. എന്നാ കേട്ടിട്ട് പറ പ്രഭേ, എന്താ അതിന്റെ അർത്ഥം? അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ജോലി ആയിരിക്കും? ഇതൊരു വില്ലേജ് ഓഫീസാണ്. മിണ്ടരുത്. എന്താ പ്രഭേ അതിനർത്ഥം? പറയേ. നിങ്ങളെ പറ്റി എനിക്ക് അഭിമാനമുണ്ട് എന്ന്. താലൂക്ക് ഓഫീസ് കൊടുക്കാനുള്ള റിപ്പോർട്ട് ശരിയാക്കിയെന്ന് ഞാൻ പറഞ്ഞതും സാറ് പറഞ്ഞു നിമ്മ മേലെ നാനു എന്നോർത്ത് സാറിന് ഭയങ്കര അഭിമാനമാണെന്ന്. എനിക്ക് അതിൽപ്പൊരു സന്തോഷമുള്ള വേറെ കാര്യമുണ്ടാ? സാറിന്റെ വായിന്ന് ഇങ്ങനെ കേൾക്കാന്ന് വെച്ചാല് എല്ലാ കാര്യവും അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി ശരിയാവില്ലല്ലോ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അതിലൊന്നാണ് നിമ്മ മേലെ നാനു ബഹള എമ്മപ്പെടുതേനെ. എന്തായാലും സാർ മനസ്സോർന്ന് പറഞ്ഞല്ലോ, സന്തോഷായി. അല്ല, പ്രഭ സാറിനെ പറ്റി ഒരു നല്ല വാക്ക് പറയണമെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞാ പോരെ? സാർ എന്തിനാ കഷ്ടപ്പെട്ട് കന്നഡ പറയണമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അതെ, കന്നഡ ആയാലും മലയാളം ആയാലും പറഞ്ഞത് മനസ്സിലായല്ലോ, അതുപോലെ. കന്നഡ പറയാൻ പറ്റിയ നേരം. ನಿಮ್ಮ ಮೇಲೆ ನಾನು ಬೆಗಳ
എന്നാലും എന്റെ മോഹനേട്ടാ, ഒരാൾക്ക് ഇത്ര ആകാംക്ഷ പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് അറിയണമെങ്കിൽ തന്നെ വൈകിട്ട് വരെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? അപ്പൊ വില്ലേജ് ഓഫീസർ അതിബുദ്ധി കാണിച്ചു. ആ വാചകത്തിന്റെ അർത്ഥം കണ്ടുപിടിച്ച് വൈകിട്ട് വന്ന് എന്നെ തോപ്പിക്കാൻ നോക്കി. എന്തായാലും അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി. സ്വയംപ്രഭ ആദ്യമായിട്ടല്ലേ മോഹനേട്ട വായിന്ന് ഒരു നല്ല വാക്ക് കേൾക്കുന്നത്. നീ പല പ്രാവശ്യം അത് ആവർത്തി ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി. വക്കീൽ ഓഫീസിൽ സദാനന്ദ സാറിനെ കാണാമെന്ന ഒരു കന്നഡക്കാരൻ ഡോക്ടറെ അടുത്തുനിന്ന് ഞാനിത് പഠിച്ചത്. അയാൾ അവിടെ ഇരുന്ന് ഫോണിൽ കന്നഡ സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്ക് ചെറിയൊരു കൗതുകം തോന്നി. മോഹനേട്ടനോട് പറയാനുള്ള ഒരു കന്നഡ വാചകം ഞാൻ ആലോചിച്ച് അയാളെ കൊണ്ട് അത് പറയിച്ച് ഞാൻ എഴുതിയെടുത്തതാ. ഇന്നലെ ഒരു ദിവസം എടുത്തു അതൊന്ന് പഠിക്കാൻ. രാവിലെ ആദ്യം മോഹനേട്ടൻ രാജേന്ദ്ര സാറിന്റെ സ്വാധീനത്തിന് വഴക്ക് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. അപ്പൊ ഞാനത് കന്നഡയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് മോഹനേട്ടൻ അടുക്കളയെ വെച്ച് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് മോഹനേട്ടൻ ഒരു ചീത്ത വാക്കെങ്കിലും എന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇല്ല. അതൊരു വലിയ കാര്യമല്ലേ? അപ്പോഴും എനിക്ക് അഭിമാനം തോന്നി. അപ്പോഴും ഞാനത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് പോകാൻ നേരം മോഹനേട്ടൻ സമയനിഷ്ഠയെ പറ്റി പറഞ്ഞു. അപ്പോഴും എനിക്ക് അഭിമാനം തോന്നി. അപ്പോഴും ഞാനത് പറഞ്ഞു. എന്റെ മോഹനേട്ടാ, ഏത് സാഹചര്യത്തിലാണ് ഞാനത് പറഞ്ഞതെന്ന് മാത്രം മോഹനേട്ടൻ ആലോചിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു അഭിനന്ദനമാണെന്ന് സാറിന് മനസ്സിലായനെ. സ്വയംപ്രഭയോട് വെറുതെ പറഞ്ഞത് അതിന് പറ്റിയ അവസരത്തിലായി പോവുകയും ചെയ്തു. അല്ല, എന്നാലും എന്ത് ധൈര്യത്തിലാണ് നേരെ പോയി അത് സ്വയംപ്രഭയുടെ അടുത്ത് പോയി പറഞ്ഞത്? സ്വയംപ്രഭയ്ക്ക് കന്നഡ അറിയാവുന്ന ശിശുപാലൻ പറഞ്ഞു. ನಾನು ನಿನ್ನನ್ನು ಪ್ರೀತಿಸುತ್ತೇನೆ. ನಾನು ನಿನ್ನನ್ನು ಪ್ರೀತಿಸುತ್ತೇನೆ. രാവിലെ പറഞ്ഞല്ലോ ഇത്. ഇനി ഇതിന്റെ അർത്ഥം പറയാൻ സ്വയംപ്രഭയുടെ അടുത്ത് പോവണ്ട. കളി കാര്യമാവും. എന്താണ് അർത്ഥം? എനിക്ക് ഈ വില്ലേജ് ഓഫീസറോട് മുടിഞ്ഞ പ്രേമമാണ്. ನಾನು ನಿನ್ನನ್ನು ಪ್ರೀತಿಸುತ್ತೇನೆ. ನಾನು നിന്നു പ്രീതിസ്തേനു. ഭർത്താവിന് അറിയാത്ത ഭാഷ പറഞ്ഞ് അയാളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ശരിയോ തെറ്റോ എന്നത് വേറെ കാര്യം. സത്യഭാമയുടെ വാക്ക് കേട്ട് സംശയം ദൂരീകരിക്കാൻ സ്വയംപ്രഭയെ സമീപിച്ച വില്ലേജ് ഓഫീസറുടെ ധൈര്യമാണ് ഭയങ്കരം. എന്തായാലും തടി കേടാകാതെ വില്ലേജ് ഓഫീസർ രക്ഷപ്പെട്ടതിൽ സമാധാനിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.